എല്ലാവർക്കും പതിപോലെ വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഒരാഴ്ചത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മക്കൾ ഇന്ന് വീട്ടിലിരിക്കുന്ന ദിവസമാണ് കേട്ടോ. ഇത് ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാട്ടോ അടുക്കളയിലോട്ട് കയറിയത്. രാവിലെ എഴുന്നേറ്റെങ്കിലും ജോലിയൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചു. വെറുതെ അങ്ങനെ ഇരുന്നു കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് വെറുതെ ഒരു പണിയും ചെയ്യാതെ ചായ കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് പുട്ടാണ്. കുറച്ച് ഹെവി ആയിട്ട് രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പുട്ടും ചെറുപയറൊക്കെ പുഴുങ്ങുന്നുണ്ട്, പിന്നെ മുട്ടയും വേവിക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെറുപയർ വേവിച്ചതിലേക്ക് കടുക് താളിക്കുന്നുണ്ട്. വേറെ മുളകും അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തു, പിന്നെ കറിവേപ്പില ഇട്ടു, പിന്നെ ആ ഒരു ചെറുപയറും കൂടെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. മസാലയൊക്കെ ചേർക്കാതെ പുട്ടിൻ്റെ ഒപ്പം കുഴച്ച് തിന്നാനായിട്ട്. ഇനിയിപ്പോൾ പുട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും മുട്ട വെന്ത് വന്നിരുന്നു. പിന്നെ അതിൻ്റെ തോടൊക്കെ മാറ്റിയിട്ട് ഒരു 4 മുട്ട റോസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചതാണ്. ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി പപ്പടവും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ വലിയ ഹെവി ആയിട്ടൊന്നും എപ്പോഴും രാവിലെ കഴിക്കലില്ല. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഇതേപോലെ കഴിക്കലുണ്ട് കേട്ടോ. പിന്നെ പഴവും ഉണ്ടായിരുന്നു, പഴവും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മുട്ട, പപ്പടം, പുട്ട്, ചെറുപയർ, പഴം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ ചേട്ടായി പോകാറായി തോട്ടത്തിലോട്ട്. പോയിട്ട് ഇപ്പം തന്നെ വരും കേട്ടോ. ഇന്ന് പണിയൊന്നും ഇല്ലാത്ത ദിവസമാണ്. തോട്ടത്തിൽ പെട്ടെന്ന് തന്നെ വരും കേട്ടോ. ഒന്ന് പോയി നോക്കുന്നുള്ളൂ. അപ്പോഴത്തേക്കും ചേട്ടായി ഫുഡ് കഴിച്ചു. പിന്നെ ഞാനിനി കഴിക്കാനായിട്ട് കഴിച്ചിട്ടില്ല. മക്കളും കൂടെ എഴുന്നേറ്റിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇതാ ചോറിനുള്ള വെള്ളം വെക്കുന്നുണ്ട്. ചോറിന് തീ പിടിപ്പിക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ട് അതാണ് ഒരു ഇരുട്ട് പോലെ കണ്ടത്. അപ്പം ഓല ഇരിപ്പുണ്ടായിരുന്നു. ഓല കത്തിച്ചിട്ടാണ് തീ പിടിപ്പിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേര് ഈ അടുപ്പിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. ഇതിനകത്ത് പുകയൊക്കെ ഉണ്ടാവുന്നത്. ഇതിനകത്ത് ചാരമൊക്കെ ഒരുപാട് കെട്ടിയിരുന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പുകയുണ്ട് കേട്ടോ. അങ്ങനെ പുക വരുന്ന സമയത്ത് ചാരമൊക്കെ മാറ്റി ഇടും. അതിൻ്റെ പുകക്കൊള്ളിലുള്ള ചാരമടക്കം മാറ്റിയിട്ട് കഴിയുമ്പോൾ പുക നന്നായിട്ട് കുറഞ്ഞോളൂ കേട്ടോ. ഇത് സ്റ്റീലിൻ്റെ അടുപ്പാണ്. നല്ല കട്ടിയിൽ സ്റ്റീലൊന്നുമില്ല, ഒരു കോട്ടിങ് പോലെ കേട്ടോ. അതിൻ്റെ അകത്ത് എന്തോ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കുഴപ്പമില്ല കേട്ടോ. വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയാകുകയൊക്കെ ചെയ്യും. പിന്നെ ഇതാ നമ്മുടെ അനാറുണ്ടായിരുന്നല്ലോ ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 3-4 ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ പാകം അറിയാത്തതുകൊണ്ട് ഞാൻ ഓരോ പ്രാവശ്യം പൊട്ടിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇത് മൂത്തിട്ടില്ല. പക്ഷേ എനിക്കിത് എങ്ങനെയാണ് മൂത്തോ ഇല്ലയെന്ന് അറിയാനായിട്ടൊരു ആകാംക്ഷ. അതുകൊണ്ട് ഞാനിത് പറിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്. അപ്പോൾ നമുക്ക് വീടുകളിൽ അനാറ് നട്ട് വളർത്താനായിട്ട് പറ്റും കേട്ടോ. ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്താൻ പറ്റും. നന്നായിട്ട് കിട്ടും. നല്ല കളറായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് ഞാനിത് നന്നായിട്ട് മൂക്കുന്നതിന് മുമ്പ് പറിച്ചെടുത്തെങ്കിലും ഇതാ ഇത്രയും കളറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അനാറ് നട്ടത് ഒരു 5 ലിറ്ററിൻ്റെ ഒരു ചട്ടിക്കകത്താണ് കേട്ടോ. അത്യാവശ്യം 4-5 കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ തൊട്ടടുത്തുള്ള നഴ്സറികളിൽ നിന്ന് അനാറിൻ്റെ തൈ ഉണ്ടെങ്കിൽ മേടിച്ച് നട്ടോ കേട്ടോ. 300 രൂപയുടെയൊക്കെ താഴെ വരുള്ളൂ അനാറിൻ്റെ തൈക്ക്. നമ്മുടെ വീടുകളിലൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഒരുപാട് സ്ഥലമൊന്നുമില്ലെങ്കിലും ചെടിച്ചട്ടികളിലോ ഇല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്തൊക്കെ ആക്കിയിട്ട് ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കാനായിട്ട് പറ്റുമേ. ഇനിയിപ്പോൾ അതാ കുറച്ച് പാലിൻ്റെ പാടയൊക്കെ ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിനകത്ത് ഇരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരുക്കി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മേടിക്കുന്ന പാലിൻ്റെ പാട തന്നെയാണ്. പാൽ തിളപ്പിച്ചിട്ട് പാടയാക്കിയിട്ട് എടുത്ത് വെക്കും. അങ്ങനെ അത് നെയ്യായി കേട്ടോ. അപ്പോൾ ഒരു 1/2 ലിറ്ററിൻ്റെ മുകളിൽ നെയ്യ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് നാട്ടുമാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ നാട്ടുമാങ്ങ നമ്മൾ മാവിൻ ചൊട്ടിയിൽ നിന്ന് പറക്കി ഉടനെ അത് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 2-3 ദിവസമൊക്കെ വെച്ചിരുന്നിട്ട് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റും ആവും, നല്ല മധുരമൊക്കെ ആയിട്ട്. നമ്മൾ ആ പിറക്കി ഉടനെ കഴിക്കാനായിട്ട് വലിയൊരു ടേസ്റ്റില്ല കേട്ടോ. പിന്നെ ഇതാ ഉച്ചക്കത്തേക്ക് കറികൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറിയും പിന്നെ ഒരു മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പം അധികം ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് മാത്രമുള്ളത് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മുൻപും കാണിച്ചിട്ടുണ്ടല്ലോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ആ ഒരു റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത്. അപ്പം മസാലയൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചതാണ്. കൂടുതൽ എരിവായിട്ട് ചേർത്തേക്കുന്നത് കുരുമുളകാണ് കേട്ടോ. പിന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ചിക്കൻ കറി വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും സെപ്പറേറ്റ് ചേർത്ത് കൊടുത്തിട്ടില്ല. ചിക്കനിൽ തന്നെ ഉണ്ടായിരുന്ന വെള്ളമാണ്. അപ്പോൾ അങ്ങനെ ചിക്കൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട്, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മല്ലിയിലയാണ് കേട്ടോ, അതും 1-2 ഇല ചേർത്ത് കൊടുത്തു. ഇനിയിപ്പം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. മോരും ഞാനിവിടെ കാച്ചിയെടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു മോരാണ്. പിന്നെ അങ്ങനെ വീടെല്ലാം ഇതേപോലെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പം മക്കളൊക്കെ ഇന്ന് വീട്ടിലിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം വൃത്തികേടായിട്ടായിരുന്നു കടന്നിരുന്നത്. പിന്നെ നമ്മൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് അങ്ങനെ വൃത്തിയാക്കിയിട്ട് കേട്ടോ അവരുടെ റൂമൊക്കെ കേട്ടോ. അങ്ങനെ കിച്ചണിലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഒന്ന് കണ്ണൂർ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകാനായിട്ട് ഒരുങ്ങുകയാണ്. കണ്ണൂർ വുഡിൻ്റെ ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അവിടെ പോകാനായിട്ടാണ്. അങ്ങനെ ഒന്ന് പോയിട്ട് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ,
അങ്ങനെ ഒന്ന് പോണു. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. നമ്മൾ വന്ന ആവശ്യമൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ മരം കൊടുക്കുന്ന കമ്പനിയിൽ വന്നായിരുന്നു. പ്ലൈവുഡിൻ്റെ ഒരു കമ്പനി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നിരുന്നതായിരുന്നു. അപ്പോൾ ആ ഒരു ആവശ്യമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് മാപ്പിള ബേയിലൊന്ന് കയറി കേട്ടോ. ഹാർബർ ഉണ്ടല്ലോ കണ്ണൂരുള്ള, അവിടെ ഒന്ന് കയറി വെറുതെ ഒന്ന് കാണാനായിട്ട്. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങോട്ട് മഴയൊന്നുമില്ല കേട്ടോ. നല്ല ചൂടുണ്ട്, അതുപോലെ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ വലയും അവർ വിശ്രമിക്കുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ. ഇതങ്ങ് നീളത്തിൽ അങ്ങോട്ടുണ്ട് കേട്ടോ, കുറേ ദൂരം കൂടി ഉണ്ട്. അപ്പോൾ അവർ വലയൊക്കെ ശരിയാക്കുന്നു. പിന്നെ ഈ ഒരു സമയത്താണ് മത്സ്യ ബോട്ടുകളൊക്കെ കരയ്ക്കോട്ട് വരുന്നതും. അങ്ങനെ പിന്നെ മീനെടുക്കാൻ വരുന്ന കണ്ടെയ്നർ ലോറികൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കടലിൽ വന്നിട്ട് മീൻ പിടിക്കുന്നവരുണ്ട്. ചൂണ്ടിട്ടിട്ട് ഡയറക്റ്റ് ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നവരുണ്ട് കേട്ടോ. അല്ലാണ്ട് ബോട്ടുകളിൽ കൂടെ മീൻ വരുന്നുണ്ട്. പക്ഷേ അത് പിടയ്ക്കുന്ന മീനൊന്നുമല്ല കേട്ടോ. നമുക്ക് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാം. വില കുറവിലൊക്കെ മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ. വലിയ വില വ്യത്യാസമൊന്നുമില്ല. ഒരു 50 രൂപ 100 രൂപയുടെയൊക്കെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു കാറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീച്ച് നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. നമുക്കവിടെ ഏറ്റവും അടുത്തുള്ളത് തലശ്ശേരിയും പിന്നെ മുഴപ്പിലങ്ങാട് ബീച്ചുമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ പോവൽ. ഇങ്ങോട്ട് അധികം വരവൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ വല്ല ആവശ്യങ്ങൾക്ക് വന്നതൊന്ന് കയറിയിട്ട് പോകും, അങ്ങനെയുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ മീൻ കൊണ്ടുവരുന്ന ബോട്ടാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് മീൻ വിൽപ്പനയും മീനെല്ലാം സെറ്റാക്കുന്നതും കൊണ്ടുപോകുന്നതല്ല കേട്ടോ. ഇവിടെയും നല്ലൊരു കാറ്റുണ്ട് കേട്ടോ. കണ്ണിലോട്ടൊക്കെ പൊടി കയറുന്നുണ്ട്, അതുപോലെ കാറ്റാണ് കേട്ടോ. കൂടുതൽ നിന്നാൽ ചിലപ്പോൾ വെള്ളത്തിലോട്ട് പറന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ട് മാറി ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. തിരിച്ച് വെറുതെ ഇവിടെ കാണാനൊന്നുമില്ല, വെറുതെ കാറ്റും കൊണ്ട് ഇങ്ങനെ നടക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള കുറേ വണ്ടികളും കിടപ്പുണ്ട്. വേറെ നമുക്ക് മേടിക്കാനായിട്ടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു. മീൻ തൊട്ടപ്പുറത്താട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ മീൻ ലോറിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ചില്ലറ വിൽപ്പനയൊക്കെ തൊട്ടപ്പുറത്താണ് കേട്ടോ. കവറിലൊക്കെ വിൽക്കുന്നത് തൊട്ടപ്പുറത്തായിട്ടാണ്. ഈ ഒരു ഭാഗത്തെങ്ങാണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 1-2 കൂട്ടം മീനേ മേടിച്ചുള്ളൂ. നമ്മുടെ അവിടെ കിട്ടുന്നതിനേക്കാളും കുറച്ച് വില വ്യത്യാസമുണ്ടോ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അധികം ഫ്രഷ് എന്ന് പറയാനൊന്നുമില്ല, ചത്ത മീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വരുവാണ് കേട്ടോ. തിരിച്ചു വരുന്ന സമയത്ത് വൈകുന്നേരമായി. അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് നമ്മൾ ഹാർബറിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന മീൻ കേട്ടോ. ചെമ്മീനും 1 കിലോ ചെമ്മീനും മേടിച്ചു. പിന്നെ കുറച്ച് നത്തോലിയും മേടിച്ചു കേട്ടോ. ഈ 2 മീനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയും വിശേഷങ്ങളെല്ലാം. ഇനി ഉടനെ തന്നെ ലോങ് വീഡിയോ 2 ദിവസത്തിനുള്ളിൽ ഇടുന്നതായിരിക്കും കേട്ടോ.